നിനക്കായി മാത്രം ഭാഗം 2. അല്ല, നിനക്ക് കല്യാണം നോക്കാൻ. അമ്മ ഗൗരവത്തോടെ പറഞ്ഞതും വൈഗ അമ്മയെ ഞെട്ടലോടെയാണ് നോക്കിയത്. അമ്മ അവളെ തിരിച്ചും അതേ ഗൗരവത്തിൽ തന്നെ ഒന്ന് നോക്കി. എന്താ, ഇത്രയും ഞെട്ടിയാൽ മതിയോ? അവരെ നോക്കി കോക്കിരി കാണിച്ചുകൊണ്ട് അവളും തിരികെ ചോദിച്ചു. ഹോ, ഇതിനെയൊക്കെ എന്ന് പറഞ്ഞ് തലക്ക് കൊട്ടിക്കൊണ്ട് അമ്മ അവളെ മറികടന്ന് മുന്നിലേക്ക് നടന്നു. ദേ, സൂക്ഷിച്ചിരിക്കണം. ഞങ്ങൾ ചിലപ്പോൾ പോയിട്ട് വരാൻ അല്പം വൈകിയെന്ന് വരും. പിന്നാലെ ഇറങ്ങി വന്ന അച്ഛൻ അവളോട് ഗൗരവത്തിൽ പറഞ്ഞതും അതിനവൾ ശരിയെന്ന പോലെ തലയാട്ടി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോഴും അവളോട് രണ്ടുപേരും പറഞ്ഞില്ല. അവർ പോകുന്നതിന് തൊട്ടു മുന്നേ ആയിട്ട് വൈശാഖും ഓഫീസിലേക്ക് പോയിരുന്നു. അങ്ങനെ അവിടെ ആ വലിയ വീട്ടിൽ അവൾ ഒറ്റയ്ക്കായി. ഒറ്റയ്ക്കെന്ന് പറയാൻ പറ്റില്ല, അച്ചമ്മയുണ്ട്, സുധീരൻ്റെ അമ്മ. അവർ കിടപ്പിലാണ്, എങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഓർമ്മയുണ്ട്. അവൾ അവരുടെ മുറി വരെ പോയൊന്ന് നോക്കി. ഒറ്റയ്ക്കിരിക്കുന്നതിലും നല്ലത് അച്ചമ്മയോട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാലോ എന്ന് കരുതിയാണ് അവൾ അവിടെ വരെ പോയി നോക്കിയത്. പക്ഷേ മുറിയിൽ വന്ന് നോക്കുമ്പോൾ അച്ചമ്മ നല്ല രീതിയിൽ കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കം കണ്ടിട്ട് അവൾക്ക് വെറുതെ വിളിച്ചുണർത്തി ശല്യം ചെയ്യാനും തോന്നിയില്ല. അതുകൊണ്ട് അവൾ തിരികെ തൻ്റെ മുറിയിലേക്ക് തന്നെ നടന്നു. തിരികെ മുറിയിലേക്ക് നടക്കുമ്പോഴാണ് അവൾ ഹരി വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത കാര്യം ഓർക്കുന്നത്. അവൾ വേഗം ഓടി മുറിയിലേക്ക് കയറി ഫോൺ എടുത്തു. വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ടു. അല്ലെങ്കിൽ ഇനി പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലോ, പേടിച്ചിട്ടാണേ. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ കുറേ മിസ്ഡ് കോൾ ഉണ്ട്. തിരികെ വിളിച്ച് അപ്പോൾ തന്നെ മറുവശത്ത് കോൾ എടുത്തിരുന്നു. എവിടെയായിരുന്നു നീ? ഞാൻ താഴേക്ക് പോയി. ഹരിയേട്ടൻ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞ കാര്യം മറന്നുപോയി. ഇഞ്ചി കടിച്ച പോലുള്ള എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് ഹരിയോട് അവൾ ഇക്കാര്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുനാൾ കഴിയുമ്പോൾ എന്നെയും മറന്നു പോവോ ഹരിയേട്ടാ? അവളുടെ ശബ്ദം ഉയർന്നു പോയി അല്പം. തമാശ പോലെയാണ് അവനത് ചോദിച്ചത്. എങ്കിലും ആ ഒരു ചോദ്യം അവളുടെ മനസ്സിനെ ഒന്നാകെ പിടിച്ചുലയ്ക്കാൻ പാകത്തിനുള്ളതായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരുടെ ഇടയിലും നിശബ്ദത. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് വാവേ, എന്താ ഒന്നും പറയാതിരിക്കുന്നത്? അവളുടെ അനക്കമൊന്നും ഇല്ലാതെ വന്നതും അവൻ അവളെ അരുമയായി വിളിച്ചു. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹരിയേട്ടാ? അവളുടെ ശബ്ദത്തിൽ കുറച്ച് വേദന കലർന്നിരുന്നു. അത് കേട്ടതും അവനും വിഷമം തോന്നി. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ, അതിനിങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ? അവൻ്റെ ശബ്ദത്തിൽ നിമിഷ നേരം കൊണ്ട് വാത്സല്യം നിറഞ്ഞു. എനിക്കറിയില്ല ഹരിയേട്ടാ, ഹരിയേട്ടനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് ഉള്ളു നിറയെ. അതുകൊണ്ടാവും ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സാകെ പതറി പോവാണെൻ്റെ. അവളുടെ ശബ്ദത്തിലെ ആ നോവും പതർച്ചയും അത് അവനോടുള്ള പ്രണയം കാരണം അവൾ അനുഭവിക്കുന്ന നോവാണ്. പരസ്പരം പ്രണയത്തിലായ നാളു മുതൽ ഇതൊക്കെ രണ്ടുപേരും അനുഭവിക്കുന്നതാണ്. അതൊക്കെ വിട്. എന്താ ബാവ വിളിച്ചതെന്ന് പറയ്. കാര്യം മാറ്റാൻ എന്ന പോലെ അവൻ അവളോട് തിരികെ ചോദിച്ചു. ഞാൻ വെറുതെ വിളിച്ചതാ, ഹരിയേട്ടൻ വീടെത്തിയോന്നറിയാൻ. അവൾ തിരികെ പറഞ്ഞു. വീടെത്തി. ഞാൻ ദാ പതിവ് പോലെ മുറിയിൽ അങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നു. മുറിയിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങായിരുന്നില്ലേ ഹരിയേട്ട? എന്തിനാ വാവേ വെറുതെ? കൂട്ടുകാരെല്ലാം ഇപ്പോൾ ജോലിക്ക് പോയി കാണും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാം എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാനും ഇറങ്ങുന്നുള്ളൂ. അല്ലാതെ വെറുതെ എന്തിനാ? അവൻ്റെ ശബ്ദത്തിൽ മടുപ്പായിരുന്നു. അമ്മ എന്തു പറയുന്നു ഹരിയേട്ട? അതിവിടെ പതിവ് പോലെ തന്നെ. ഞാനെന്നൊരാളിവിടെ വന്നിട്ടുണ്ടെന്ന് പോലും കണക്കാക്കുന്നില്ല. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൻ അവളോടായി പറഞ്ഞു. അത് പിന്നെ പതിവായ കാര്യമായതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. എൻ്റെ വീട്ടിൽ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചാലും ഹരിയേട്ടൻ്റെ അമ്മ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നീ അവരുടെ കാര്യമൊന്നും സംസാരിക്കാതിരിക്കേണ്ട വാവേ. അവരുടെ തീരുമാനത്തിനനുസരിച്ച് ആടുന്ന പാവയൊന്നുമല്ല ഞാൻ. അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. എന്തൊക്കെയായാലും സ്വന്തം അമ്മയല്ലേ ഹരിയേട്ട? അതെ, സ്വന്തം അമ്മ തന്നെയാണ്. 10 മാസം ചുമന്നെന്നെ നൊന്ത് പ്രസവിച്ച എൻ്റെ സ്വന്തം അമ്മ. പക്ഷേ അങ്ങനെ ഒരു വാക്ക് വിളിച്ച് അവരെ ബഹുമാനിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അവരോട് അവൻ്റെ മനസ്സിൽ ഒരു തരി പോലും സ്നേഹം ഇനിയും ബാക്കിയില്ല എന്നത് ഒരു നോവോടുകൂടിയാണ് വൈഗ അന്നേരം മനസ്സിലാക്കിയത്. ആ, നിന്നോട് ഞാനൊരു കാര്യം പറയണമെന്ന് കരുതിയിരുന്നു. ഇന്ന് പക്ഷെ നേരിട്ട് കണ്ടപ്പോഴും പറയാൻ മറന്നുപോയി. എന്താ ഹരിയേട്ടാ? ഞാനൊരു ലോൺ എടുത്തിട്ടായാലും ഒരു വീട് വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ. അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. അങ്ങനെയൊരു കാര്യം താൻ തന്നെ അവനോട് പറഞ്ഞാലോ എന്ന് പലതവണ ആലോചിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവന് വല്ല ഭ്രാന്തും പിടിക്കും. എന്തു പറയുന്നു വാവേ? ഒരഭിപ്രായം പറയും. ഹരിയേട്ടൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. ബാക്കിയെല്ലാം ഹരിയേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്. അത്ര മാത്രമായിരുന്നു അവളുടെ മറുപടി. ഇന്നെന്താ ഈ നേരത്തൊരു വിളി? ഹരി അവളോട് കുശലം ചോദിക്കുന്നത് പോലെ ചോദിച്ചു. അത് അച്ഛനും അമ്മയും കൂടെ എവിടെയോ പോയിരിക്കുവാണ്. ഏട്ടനാണെങ്കിൽ ഓഫീസിലേക്കും പോയി. ഇവിടെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പോൾ ഒന്ന് വിളിച്ചതാണ്.
ഞാൻ പിന്നെ സർവ്വസമയം ഒറ്റയ്ക്കാ, അതുകൊണ്ട് എനിക്ക് ഏത് സമയം വേണമെങ്കിലും നിന്റെ കോൾ എടുക്കാം. അവൾ പറയുന്നത് കേട്ടതും അവൻ ചിരിയോടെ തിരികെ പറഞ്ഞു, ഇനി എന്നാ തിരികെ പോകുന്നത് ഹരിയേട്ടാ? ഒരുതരം അപേക്ഷ പോലെയായിരുന്നു അവളത് ചോദിച്ചത്. അല്ലെങ്കിൽ അവൻ പറയാതെ പോയി കളയും. ചിലപ്പോൾ ജോലിസ്ഥലത്ത് എത്തിയതിന് ശേഷമായിരിക്കും അവൻ നാട്ടിൽ നിന്ന് പോയി എന്നവളോട് പറയുന്നത് തന്നെ. അങ്ങനെ അവളോട് പറയാതെ പോകുന്നത് ഒരു പരിധിവരെ അവൻ ചിലപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞാൽ അവൾക്കത് വിഷമമാകും എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് അവൻ എന്നാണ് പോകുന്നതെന്ന് മനഃപൂർവ്വം അവളോട് സ്ഥിരമായിട്ട് പറയാറില്ല. എന്തിനാ ഇപ്പോൾ ഞാൻ പോകുന്ന ദിവസമൊക്കെ അറിഞ്ഞിട്ട്? നിനക്കിപ്പോൾ ഒരുപാട് പഠിക്കാനൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ ഇരുന്ന് പഠിക്ക്. അല്ലെങ്കിൽ ഞാൻ പോകുന്ന കാര്യം ആലോചിച്ച് വെറുതെ വിഷമിച്ചിരിക്കും നീ. അവൻ്റെ ഗൗരവത്തിലുള്ള സംസാരം കേട്ടതും അവൾ പിന്നീട് കുറച്ച് സമയത്തേക്ക് ഒന്നും സംസാരിക്കാതെ അങ്ങിരുന്ന് കളഞ്ഞു. ഇത് അവർക്കിടയിൽ പതിവുള്ള കാര്യമാണ്. അവൻ എന്തെങ്കിലും ഒരു കാര്യം അവളോട് ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ അല്പം ഗൗരവത്തോടെയോ പറഞ്ഞാൽ പിന്നെ അവനോടൊന്നും സംസാരിക്കാതെ മിണ്ടാതെ അങ്ങിരുന്ന് കരഞ്ഞു കളയും വൈക. വാവേ. കുറച്ചു കഴിഞ്ഞിട്ടും അവളുടെ അനക്കമൊന്നും ഇല്ലാതെ വന്നതും അവൻ പതിയെ അവളെ ഒന്ന് വിളിച്ചു. പക്ഷേ അങ്ങനെ വിളിച്ചിട്ടും കാര്യമില്ല എന്നവന് നന്നായിട്ട് തന്നെ അറിയാം. കാരണം അല്പം വാശി കൂടുതലുള്ള കൂട്ടത്തിലാണ് വൈകയും. ഞാനെങ്കിലും ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരോടൊന്നും ഞാനും സംസാരിക്കുന്നില്ല. ഒടുക്കം അവൾ ഒട്ടും സംസാരിക്കുന്നില്ല എന്നായതും അവൻ അവളോട് തിരികെ പറഞ്ഞു, ഹരിയേട്ടൻ എന്താ എന്നോട് പോകുന്നതെന്നാണെന്ന് പറഞ്ഞാൽ. അവൻ്റെ ആ ഒരു ഡയലോഗിൽ അവളുടെ നാവനങ്ങി. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നില്ല. അവനും വിട്ടുകൊടുക്കാതെ തിരികെ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് അവൾക്ക് പരീക്ഷയുള്ളതാണെന്ന് അവനറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കൂട്ടത്തിലാണ് വൈക. താൻ ഇനി തിരികെ പോകുന്ന കാര്യം അറിഞ്ഞാൽ ചിലപ്പോൾ അത് തന്നെ ചിന്തിച്ചിരുന്ന് പഠിക്കാതെ അങ്ങനെ ഇരിക്കും. അത് വേണ്ടല്ലോ എന്ന് കരുതിയാണ് അവൻ പോകുന്ന ദിവസം പറയാതിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അത് പറയാതിരുന്നിട്ട് അവന് വലിയ കാര്യമൊന്നുമില്ല. അച്ഛനും അമ്മയും പോയിട്ട് വരാൻ ഒരുപാട് വൈകുമെന്നാണോ പറഞ്ഞത് വാവേ? അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ അച്ഛൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞത് വരാൻ ചിലപ്പോൾ വൈകുന്നാണ്. അവരുടെ സംസാരം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. എല്ലാ ദിവസവും സമയം കിട്ടുന്നത് പോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കാറുണ്ട്. എങ്കിലും എപ്പോൾ വിളിച്ചാലും രണ്ടുപേർക്കും ഇങ്ങനെ വാതോരാതെ സംസാരിച്ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അവൻ അവളോടും അവൾക്ക് അവനോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. എങ്കിലും രണ്ടുപേരും അല്പം ഒതുങ്ങിയ പ്രകൃതത്തിലുള്ളവരുമാണ്. അതിര് കവിഞ്ഞ് അവനായാലും അവളായാലും ആരോടും അങ്ങനെ സംസാരിക്കാറില്ല. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും രണ്ടുപേരും അറിയാറേയില്ല എന്നതാണ് സത്യം. കട്ടിലിൽ കിടന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരികിൽ വെച്ചിരിക്കുന്ന അലാറം ക്ലോക്കിലേക്ക് അവളുടെ കണ്ണുകൾ എത്തി നിന്നത്. ഇനിയും സംസാരിച്ചിരുന്നാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ ഫോണൊക്കെ അവനോട് പറഞ്ഞ് കട്ട് ചെയ്ത് നേരെ താഴേക്കിറങ്ങി. അമ്മ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. വിശപ്പ് തോന്നിയത് കൊണ്ട് തന്നെ അവൾ അതെടുത്ത് കഴിച്ചു. അച്ഛമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അച്ഛമ്മയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. എങ്കിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൾ നേരെ അച്ഛമ്മയുടെ മുറിയിലേക്ക് പോയി. അച്ഛമ്മേ. വാതിൽക്കൽ നിന്ന് അവൾ അച്ഛമ്മയെ വിളിച്ചിരുന്നു. ഓ, എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എൻ്റെ കുറുമ്പി നിന്നെ. അവളെ കണ്ടയുടൻ അച്ഛമ്മ ചിരിയോട് ചോദിച്ചു. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കുമ്പോൾ അച്ഛമ്മ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് പിന്നെ ശല്യം ചെയ്യാതെ പോയതാണ്. അച്ഛമ്മയുടെ കട്ടിലിലേക്ക് കയറിയിരുന്നു കൊണ്ട് വൈഗ പറഞ്ഞു. പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞോ വാവേ നിന്റെ? അത് ചോദിച്ചപ്പോൾ തന്നെ അവളുടെ മുഖം ചുളിഞ്ഞു. താല്പര്യമില്ലാത്ത മട്ടിൽ വെറുതെ അവൾ തലയാട്ടി. നിന്റെ ജാതകം നോക്കാൻ പോയിട്ട് അച്ഛനും അമ്മയും എത്തിയോ? അച്ഛമ്മ അവളോട് തിരുക്കി. എൻ്റെ ജാതകം നോക്കാൻ പോയെന്നോ? അച്ഛമ്മ ചോദിക്കുന്നത് കേട്ടതും അവൾ സംശയത്തോടെ അവരോട് തിരികെ ചോദിച്ചു. അതെ, നിന്റെ ജാതകം നോക്കാനല്ലേ അവർ പോയത്? മുത്തശ്ശിയെ അവൾ പിടിച്ച് കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി എത്തുന്നതിനിടയിൽ മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം? മുത്തശ്ശി പറയുന്നത് കേട്ടതും അവൾ നഖം കടിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു. ആഹാ, അതൊക്കെ നിന്നോടെന്തിനാ പറയുന്നേ? അവളുടെ ചോദ്യം കേട്ടതും മുത്തശ്ശി അവളെ കളിയാക്കി. എന്തിനാ മുത്തശ്ശി ഇപ്പോൾ എൻ്റെ ജാതകം നോക്കുന്നത്? എന്തിനാകും എന്നുള്ളത് അവൾക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടായിരുന്നു. എങ്കിലും അവൾ മുത്തശ്ശിയോട് തിരക്കി. നിനക്ക് വയസ്സ് 18 കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ജാതകമൊക്കെ നോക്കേണ്ട ആവശ്യം വരും. അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ മുത്തശ്ശി പറഞ്ഞു. എന്തിനാവും എന്നുള്ളത് വൈഗയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. തിരികെ വന്നപ്പോഴുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അധികം പ്രസാദമില്ലാത്ത മുഖത്തേക്ക് ഭയത്തോടെയാണ് വൈഗ നോക്കിയത്. അവരായിട്ട് ഒന്നും തന്നെ പറയുന്നില്ലെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നത് അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ചോദിക്കാനുള്ള ധൈര്യം അവൾക്കും ഇല്ലായിരുന്നു.
രാത്രി മുറിയിലേക്ക് പഠിക്കാൻ കയറിയതിന് ശേഷമാണ് സാധാരണ അവൾ ഹരിയെ വിളിക്കാറുള്ളത്. ആ സമയങ്ങളിൽ അവൻ ഫ്രീ ആണെങ്കിൽ ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല. എന്നുവെച്ച് പഠിക്കാനുള്ള സമയം മുഴുവൻ സംസാരിച്ചിരിക്കും എന്നല്ല. ചിലപ്പോൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു തീർത്തതിന് ശേഷമായിരിക്കും അവനെ വിളിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവനെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് പഠിക്കും. പതിവ് പോലെ അന്ന് വൈകുന്നേരമായപ്പോൾ പഠിക്കാൻ എന്ന രീതിയിൽ വൈഗ മുറിയിലേക്ക് കയറി. അച്ഛനും അമ്മയും തൻ്റെ ജാതകം നോക്കാൻ പോയതാണ് എന്നറിഞ്ഞപ്പോൾ മുതലുള്ള ആദിയാണ് അവളുടെ ഉള്ളിൽ. മറ്റൊന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള ജാതകത്തിലും ദോഷത്തിലുമൊക്കെ അതിര് കവിഞ്ഞ് വിശ്വാസമുള്ള ആളുകളാണ് അച്ഛനായാലും അമ്മയായാലും. പ്രത്യേകിച്ച് കാർത്തികേയൻ പണിക്കർ പറഞ്ഞാൽ അതെല്ലാം അച്ഛൻ അതുപോലെ തന്നെ അനുസരിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവൾക്കുള്ളിൽ ഇത്രയും പേടി. മനസ്സിനെ അല്പമെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഹരിയോട് സംസാരിക്കണം എന്ന് തോന്നി അവൾക്ക്. അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അവൾ നേരെ ഹരിയെ വിളിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.